കോൺഗ്രസിൻ്റെ UDFിൻ്റെ വടകര വിജയനായകൻ ഷാഫി പറമ്പിൽ ഈ ഏറ്റവും ലാസ്റ്റ് വടകര എപ്പിസോഡായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ നമ്മൾ ഈ സാറിന് ഈ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന ഒരു കുട്ടികളുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ അത്ര ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവം ആയതുകൊണ്ട് അതിൻ്റെ ചില സമയത്ത് എക്സൈറ്റ്മെൻറ്റും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില ചിന്തയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയായിരുന്നു. പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുത്തു. കോൺഗ്രസിൻ്റെ ആദ്യത്തെ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗാണ്. രാജ്യം ആഗ്രഹിച്ച ഒരു തിരിച്ചുവരവിന് ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുമ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാവരും എഴുതി തള്ളിയെടുത്തെന്നുള്ള വലിയൊരു ശക്തിയുള്ള തിരിച്ചുവരവുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനൊപ്പം നിൽക്കാൻ വടകരയിലെ ജനമനസ്സ് തീരുമാനിച്ചതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതേസമയം നിയമസഭയിൽ വന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിയമസഭ സ്വാഭാവികമായിട്ടും നമ്മളൊരു സംഘടനാ പ്രവർത്തനത്തിൽ നിന്നൊരു ജനപ്രതിനിധി എന്നുള്ളൊരു ലേബൽ ആദ്യമായിട്ട് വരുന്ന ഇവിടെയും നമുക്ക് കിട്ടിയ അവസരങ്ങളും സംസാരിച്ചതും അടിയന്തര പ്രമേയങ്ങളും സബ്മിഷനും കോളിംഗ് അറ്റൻഷനും നിയമനിർമ്മാണത്തിലൊക്കെ ഇടപെട്ട ഒരു സ്ഥലവും ഞാൻ വളരെ കംഫർട്ടബിളായിരുന്ന ഒരു സ്ഥലമാണ് നിയമസഭ. അപ്പം അവിടുന്ന് ഇറങ്ങി വേറൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതൊരു മാറ്റം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും ഇവിടുന്ന് കിട്ടിയ ഒരു അറിവും തീർച്ചയായിട്ടും അവിടെയും ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഷാഫി ആദ്യം നിയമസഭയിൽ വന്ന ഷാഫി ആദ്യം MLA ആയിട്ട് സത്യപ്രതിജ്ഞ ദിവസം ഇന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഇത്രയും കാലത്തെ ഒരു സഭയിൽ സജീവമായൊരു പങ്കാളിത്തവും കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഉണ്ടാകുന്ന ഒരു വൈബും ബഹളവും ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൂടെ പോവാണ്. അത് നമ്മളൊരു വേറെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ആരാണ് ഇത് വിളിച്ച് അറിയിച്ചത് വടകരയിലേക്ക് വണ്ടി കയറിക്കോളാൻ? ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ബ്രഹ്മയുഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, തിയേറ്ററിലായിരുന്നു. അപ്പോഴാണ് KC വേണുഗോപാലിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ എനിക്ക് മെസ്സേജാണ് വരുന്നത്, അർജൻറ്റായിട്ട് KCയെ തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചാണ്, പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശ്രീകണ്ഠേട്ടനെല്ലാം സെറ്റാണ്, പുള്ളി വളരെ നേരത്തെ തന്നെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പുള്ളി കഴിഞ്ഞ 5 വർഷവും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഫുൾ ടൈം അവൈലബിൾ ആയിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം മുന്നോട്ട് പോകുന്നു, ജയിക്കാനും ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. അല്ല, ശ്രീകണ്ഠൻ മത്സരിക്കുന്നുണ്ട്. ശ്രീകണ്ഠൻ ഞാനും കൂടെ അവൻ്റെ ഒരു അപ്പോസിൻ്റെ സെക്കൻഡിൽ പറഞ്ഞു, താൻ വടകരയിലാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ തീരെ ഒരു നിലക്കും പാലക്കാട് ഇങ്ങനെ ചില ചേഞ്ച് എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിരുന്നു, ചില സൂചനകളും അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നെ സിറ്റിംഗ് MP വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതങ്ങനെ. പക്ഷേ പിന്നെ ഈ തൃശ്ശൂരിലെ ചില സാഹചര്യങ്ങളും അവിടുന്ന് ഒരാൾ പാർട്ടി വിട്ട് പോയതും ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടെടുത്ത തീരുമാനമായിരിക്കും. പക്ഷേ രാത്രി ആ സമയത്താണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഞാൻ വടകരയിലാണ് മത്സരം. അപ്പോൾ ഈ വാർത്തകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ഇങ്ങനെ, കാരണം തലേ ദിവസമാണല്ലോ ഇത് വരുന്നത്. പിറ്റേ ദിവസം മുതലാണല്ലോ ഇങ്ങനെ വടകരയിലേക്കുള്ള സാധ്യത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം ശ്രീ KC വേണുഗോപാലാണ്, അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പാലക്കാട് നിന്ന് പെട്ടെന്ന് വിട്ടുപോകാനുള്ള എൻ്റെ ഒരു പ്രയാസവും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷേ അതിന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവവും ഓരോ സീറ്റും എത്രത്തോളം നിർണായകമാണെന്നുള്ളതും നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യവും അതൊക്കെ പാർട്ടി തീരുമാനത്തിൻ്റെ പിന്നിൽ അത്തരം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്.